കേരളത്തിൽ ഇനി വരുന്നത് തെരഞ്ഞെടുപ്പുകളുടെ കാലമാണ്. ഭരണം തിരിച്ചുപിടിക്കുമെന്ന് ഉറപ്പു പറയുന്ന UDF-നും ദേശീയ രാഷ്ട്രീയം പോലെ കേരളവും ഇത്തവണ ഇളക്കി മറിക്കുമെന്ന് വാദം മുഴക്കുന്ന BJP-ക്ക് മുന്നിൽ ഇനി മൂന്നാം മൂഴമെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഇടതുപക്ഷത്തിനും സർക്കാരിനും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുൻപ് തന്നെ ആദ്യം പരിഹരിക്കേണ്ടി വരുന്നത് പാളയത്തിൽ പടയാണ്. PM ശ്രീ വിവാദത്തിൽ നേരിട്ട് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് ചർച്ച നടത്തിയിട്ടും ഞങ്ങൾ പറഞ്ഞതിനൊന്നും പരിഹാരമായില്ല എന്ന് CPI പല്ലിറുമിക്കൊണ്ട് പറയുന്നത് ഈ ഒരു വിവാദത്തിലെ വല്യേട്ടൻ മനോഭാവത്തിനെതിരെ മാത്രമാണോ? തോമസ് ചാണ്ടി വിഷയം, പൂരം കലക്കൽ, ബ്രൂവറി തൊട്ട് മാവോയിസ്റ്റ് കൊലപാതകം വരെ ഒളിഞ്ഞും തെളിഞ്ഞും CPI പ്രകടമാക്കിയ എതിർപ്പുകളുണ്ട്. പിന്നീട് ഞങ്ങളെല്ലാം കോംപ്ലിമെന്റ്സ് ആക്കിയെന്ന് മാധ്യമങ്ങളോടും പ്രതിപക്ഷവും ഇതെല്ലാം വരുത്തി തീർത്ത പൊല്ലപ്പാണെന്നും പറഞ്ഞ വിഷയങ്ങളുണ്ട്. പക്ഷേ ഇത് ഇത്തവണ ഇങ്ങേയറ്റമാണ്. ചർച്ച പരാജയപ്പെട്ടതോടെ കടുത്ത നീക്കത്തിലേക്കെന്ന് സൂചന നൽകുന്ന CPI നടത്തുന്നത് വെറും വെടിപൊട്ടിക്കലാണോ അതോ പാർട്ടിയുടെ അഭിമാനം രക്ഷിക്കാനുള്ള അവസാന നീക്കമാണോ എന്നത് മാത്രമാണ് ചോദ്യം. PM ശ്രീയിൽ ഇടഞ്ഞാൽ CPIക്ക് പിണങ്ങി ഇറങ്ങിപ്പോകാൻ മറ്റൊരു വാതിലുണ്ടോ തുറക്കാൻ? ആശയക്കുഴപ്പത്തിലായിരിക്കുന്നത് നിലപാട് കടുപ്പിക്കാതെ മറ്റൊരു വഴിയുമില്ലാതായ CPI ആണോ അതോ വല്യേട്ടൻ CPM തന്നെയാണോ? ചർച്ചയിൽ സമവായമുണ്ടായാൽ, പറഞ്ഞൊതുക്കി തീർത്താൽ തെരുവിൽ വിളിച്ചുകൂട്ടിയ സമര പരമ്പരകൾ പിരിച്ചുവിടുമോ CPIയുടെ യുവജന സംഘടനകൾ? ചോദ്യം പലതാണ്. വരും മണിക്കൂറുകൾ പറയും അതിനുള്ള ഉത്തരങ്ങൾ.